2008 ECHS-ലേക്ക് എംപാനലാകുന്നത് ശ്രീചിത്ര ഹോസ്പിറ്റൽ. അന്ന് തന്നെയാണ് അതിനടുത്തുള്ള RCCയും ശ്രീചിത്രയും അടക്കമുള്ള ഹോസ്പിറ്റലുകൾ ECHS സൗകര്യം ലഭ്യമായി തുടങ്ങുന്നത് 2008. 2015 ഈ ശ്രീചിത്രയുമായുള്ള MOA, ECHS-ഉമായുള്ള MOA ശ്രീചിത്ര റദ്ദാക്കി. കാരണം അവർക്കൊരു പെൻഡൻസി വന്നു. അതായത് ECHS-ൽ നിന്നും കൊടുക്കേണ്ട തുക പെൻഡിങ് ആയതോടുകൂടിയാണ് അവർ എന്ത് ചെയ്തത്, ഈ MOA റദ്ദാക്കിയത്. ശ്രീചിത്രയിൽ ഇതുവരെ അത് നമുക്ക് അവരെ എംപാനൽ ചെയ്യാനോ അല്ലെങ്കിൽ ആ MOA പുതുക്കാനോ ഉള്ള ഒരു സംവിധാനവും ഇതുവരെ നടപ്പിലായിട്ടില്ല. അതിന് കാരണം പെൻഡൻസി ബില്ലുണ്ട് എന്ന് ശ്രീചിത്ര പറയുന്നെങ്കിലും അതിൻ്റെ എന്തെങ്കിലും രേഖകൾ അവർ കൊടുക്കാൻ ECHS-ന് തയ്യാറാകുന്നില്ല. ഞങ്ങൾ ECHS-ഉമായി ബന്ധപ്പെട്ടപ്പോൾ ECHS പറഞ്ഞത് അവർ ഈ തുക കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് ശ്രീചിത്രയിൽ നിന്നും കൊടുക്കണമെന്നാണ് ECHS ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ശ്രീചിത്രയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ശ്രീചിത്ര പറയുന്നത് ഞങ്ങൾ ആൾറെഡി അവിടെ ആ ബില്ല് കൊടുത്തിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ അക്കൗണ്ട് ബുക്കിൽ എൻട്രിയേ ഉള്ളൂ, അല്ലാതെ ബില്ലിൻ്റെ പകർപ്പുകളൊന്നും അവരുടെ കയ്യിലില്ലെന്നാണ് അവർ പറയുന്നത്. അത് വളരെ തെറ്റാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ക്ലെയിമുണ്ട്, ആ ഒരു ക്ലെയിമിന് നമ്മളൊരു ബില്ല് സബ്മിറ്റ് ചെയ്യുന്നു. ആ ബില്ല് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ എന്തായാലും ഓഫീസ് കോപ്പി ശ്രീചിത്രയിൽ കാണുമല്ലോ. അപ്പോൾ ആ ശ്രീചിത്രയിൽ നിന്ന് ആ കോപ്പി കിട്ടിയാൽ തന്നെ ഈ തുക കൊടുക്കാൻ ECHS തയ്യാറാണ്. പക്ഷേ ECHS-ലേക്ക് ശ്രീചിത്ര എംപാനൽ ചെയ്യിപ്പിക്കാനുള്ള ഒരു നടപടിയും ശ്രീചിത്ര എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം തന്നെ അറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച് വീരമൃത്യു വരിച്ച ഒരുപാട് ആൾക്കാരുടെ കുടുംബങ്ങൾ ECHS വഴിയാണ് ചികിത്സ തേടുന്നത്. ആ ECHS വഴി അവർക്കിനിയിപ്പോൾ ശ്രീചിത്രയിൽ ക്യാഷ്ലെസ് ചികിത്സ ആവശ്യമാണെങ്കിൽ ഇത് എംപാനലായാലല്ലേ ഇത് സാധ്യമുള്ളൂ. പക്ഷേ അതിനവർ തയ്യാറല്ല. ഈ ഓഡിറ്റ് ക്ലിയർ ചെയ്യുന്നതിന് അവർക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്യേണ്ടി വരും. 2015 ബില്ലല്ലേ, അതിന് 2008 മുതൽ 2015 വരെയുള്ള ബില്ലുകൾ കണ്ടെത്തണം. അതൊക്കെ കണ്ടെത്തി ഇവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയാണ്. ആ ജോലി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ കാണും. കാരണം അവർക്ക് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളോ നിക്ഷിപ്ത താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും സ്വകാര്യ ഹോസ്പിറ്റലുകളുമായി അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ പരിശോധിക്കണം.